തിരുവനന്തപുരം തമ്പാനൂരിൽ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തിയ ടാറ്റു ആർട്ടിസ്റ്റിനെതിരെ വധശ്രമത്തിന് കേസെടുത്തിരിക്കുന്നു. നിയമവിരുദ്ധമായ ആയുധം കൈവച്ചതിനാണ് തമ്പാനൂർ പോലീസ് കേസെടുത്തത്. വള്ളക്കടവ് സ്വദേശിയായ ടാറ്റു ആർട്ടിസ്റ്റ് റോബിൻ ജോൺസന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. റോബിൻ സഞ്ചരിച്ച കാർ ബൈക്കിലും ഓട്ടോയിലും ഇടിച്ചതിനെ തുടർന്നുണ്ടായ തർക്കമാണ് തോക്ക് ചൂണ്ടലിലേക്ക് എത്തിയത്. ഹരിമോഹൻ ചേരുന്നു. ഹരി, ഇത് ലൈസൻസ് ഉള്ള തോക്കാണോ? മറ്റു വിശദാംശങ്ങൾ എന്താണ്? വധശ്രമത്തിനാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. വിനീത, ഇന്നലെ രാത്രി ഒരു 9:30 കൂടിയിട്ടാണ് തിരുവനന്തപുരം അരിസ്റ്റോ ജംഗ്ഷനിൽ വെച്ച് ഈ സംഭവം ഉണ്ടാകുന്നത്. അരിസ്റ്റോ ജംഗ്ഷനിൽ കൂടി ഈ റോബിൻ ജോൺ എന്ന് പറയുന്ന ആൾ കാറിൽ വരികയായിരുന്നു. ടാറ്റു ആർട്ടിസ്റ്റ് ആണ്. ഈ റോബിൻ കാറിൽ വരുന്ന സമയത്ത് വളവ് തിരിയുമ്പോൾ ഈ അരിസ്റ്റോ ജംഗ്ഷനിൽ വെച്ച് തന്നെ വളവ് തിരിയുന്ന സമയത്ത് ഒരു ഓട്ടോയിലും ഒരു ബൈക്കിലും ഇടിക്കുകയായിരുന്നു. അവിടെ വെച്ചാണ് ഈ വാക്ക് തർക്കം ഉണ്ടാകുന്നത്. ഈ ബൈക്കിലുണ്ടായിരുന്ന ഓട്ടോയിലുണ്ടായിരുന്ന ആളുകളൊക്കെ തന്നെ ഇറങ്ങി വരുന്നു. അവിടെ ഉണ്ടായിരുന്ന മറ്റു ഓട്ടോക്കാർ എത്തുന്നു. അപ്പോഴാണ് തന്റെ കയ്യിലുണ്ടായിരുന്ന ഈ തോക്ക് അവർക്ക് നേരെ ചൂണ്ടിക്കൊണ്ട് റോബിൻ ഭീഷണി ഉയർത്തുന്നത്. അതിനുശേഷം ഇവർ തന്നെ ഓടിക്കൂടി ഇയാളെ കീഴ്പ്പെടുത്തുകയും പോലീസിനെ ഏൽപ്പിക്കുകയുമായിരുന്നു. തിരുവനന്തപുരം തമ്പാനൂർ പോലീസിന്റെ കയ്യിലാണ് ഏൽപ്പിച്ചത്. തമ്പാനൂർ പോലീസ് വിശദമായി ചോദ്യം ചെയ്യാൻ ആരംഭിക്കുമ്പോൾ തന്നെ ഇയാൾ പോലീസിനോട് തട്ടിക്കയറുകയും വലിയ രീതിയിൽ പ്രശ്നമുണ്ടാക്കുകയും ഒക്കെ ചെയ്തു. അതിനുശേഷമാണ് മനസ്സിലാകുന്നത് ഇയാൾ മദ്യലഹരിയിലായിരുന്നു എന്നുള്ളത്. പിന്നീട് വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കി. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഇയാളുടെ തോക്കിന് ലൈസൻസ് ഇല്ല എന്നുള്ളതാണ്. കയ്യിലുണ്ടായിരുന്നത് ഒരു റിവോൾവറാണ്. ആ റിവോൾവറിൽ 3 തിരകളും ഉണ്ടായിരുന്നു. അതായത് ഒരു കളിത്തോക്കുമല്ല, അല്ലെങ്കിൽ ലൈസൻസ് ഉള്ള തോക്കുമല്ല, എയർ പിസ്റ്റളുമല്ല. അതിൽ 3 തിരകളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വസ്തുത. അത് കയ്യിലിരുന്ന് പൊട്ടിയിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും അത് വലിയ രീതിയിലുള്ള പ്രശ്നമായേനെ. എന്തായാലും പോലീസ് നിലവിൽ കേസെടുത്തിരിക്കുന്നത് വധശ്രമത്തിനും അന്യായമായി ആയുധം കയ്യിൽ വെച്ചതിനുമാണ്. അല്പസമയത്തിനുള്ളിൽ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുമെന്നുള്ളതാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. വിനീത, ശരി, ഹരിയാണ് വിവരങ്ങൾ നൽകിയത്.